അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ചാപ്റ്ററിൻ്റെ പേര് ഇമോഷൻസ് ആൻഡ് മൂഡ്സ് ഇൻ ദി വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം കൂടി ചാപ്റ്റർ കൂടിയാണിത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇമോഷൻസ് അതുപോലെ മൂഡ്സ് എന്നുള്ളതിനെക്കുറിച്ച്, അത് രണ്ടും ഒന്നാണോ അതല്ലെങ്കിൽ വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും ഈ പാഠത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശാലമായ ഒരു ചർച്ചകളാണുള്ളത്. അപ്പോൾ ഇമോഷൻസും മൂഡ്സും രണ്ടും ഒന്നല്ല എന്നുള്ളതാണ്. ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാകുന്ന ഓരോ വികാരങ്ങളാണ്. അതിന് ഓരോ ആസ്പെക്റ്റുകൾ ഉണ്ടാകും, ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് കാരണം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തൻ്റെ സൂപ്പർവൈസറുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, പരസ്പര സംഘട്ടനങ്ങൾ, ഓവർലോഡ് കാരണം ഒരുപാട് വർക്ക് ഒരു ഭാരമായി വന്നിട്ടുണ്ടാകുന്ന പല ഇമോഷൻസ് കാര്യങ്ങൾ. മാത്രമല്ല അതൊരു ലോങ് ടൈം, ഒരുപാട് കാലത്തേക്ക് അത് ഉണ്ടാവുന്നില്ല. കുറച്ച് നേരത്തിന് ഇപ്പോൾ ദേഷ്യം, പെട്ടെന്ന് വരുന്ന ദേഷ്യമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. അപ്പോൾ അതൊരു ലോങ് ലാസ്റ്റിംഗ് അല്ലാത്ത ഒരു രൂപത്തിലാണ് ഉണ്ടാവുക. മാത്രമല്ല അത് ഡയറക്റ്റ്ലി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതേസമയം മൂഡ്സ് നോക്കുകയാണെങ്കിൽ അത് അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല, ഡയറക്റ്റ്ലി അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, മറിച്ച് ഇൻഡയറക്റ്റ്ലി. ഉദാഹരണത്തിന് ചിലപ്പം അയാൾ ചില ദിവസങ്ങളുടെ മോശമായിരിക്കും ചിലപ്പം. അപ്പോൾ അയാൾക്ക് വെള്ളിയാഴ്ച കിട്ടുന്ന അത്ര ഒരു ഊർജം ചിലപ്പം തിങ്കളാഴ്ച കിട്ടാറുണ്ടാവില്ല. അത് ഓരോരുത്തരുടെ മൂഡാണ്. ചില ആളുകൾക്ക് പാട്ട് കേട്ടുകൊണ്ടായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക, അത് അവരുടെ ഒരു മൂഡാണ്. അങ്ങനെ മൂഡും ഇമോഷൻസും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് മൊത്തത്തിൽ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായും അവരുടെ ജോലി സ്ഥലത്ത് അവരുടെ ജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പാഠത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ട് ഇതിൻ്റെ സോഴ്സുകൾ, ഇമോഷൻസിൻ്റെയും മൂഡ്സിൻ്റെയും ഒക്കെ ഉത്ഭവം, അതിന് കുറച്ച് സോഴ്സുകൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 3 രൂപത്തിലാണ് ഉണ്ടാവുക. ഒന്ന് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിരിക്കും, അതായത് അയാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അയാളുടെ പരിസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള അയാളിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഓരോ ഘടകങ്ങളായിരിക്കും ഈ ഒരു ഇമോഷൻസിനും മൂഡ്സിനെയും ഒക്കെ കാരണമാക്കി തീർക്കുന്നത്. ഉദാഹരണത്തിന് ചിലപ്പം അയാൾ ഉറക്കം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടാവും രാത്രി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ സ്വാഭാവികമായിട്ടും അയാൾക്ക് അത്ര നല്ല രൂപത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ അതൊരു ഇമോഷൻ്റെ ഭാഗമായിട്ട് അയാളെ എഫക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അയാളുടെ മൂഡിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ട് നമുക്ക് പറയാൻ കഴിയുക, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ദിവസങ്ങൾ അയാൾക്ക് ചിലപ്പം ഇങ്ങനെ എഫക്റ്റ് ചെയ്യാറുണ്ടാകും. വെള്ളിയാഴ്ച ഒന്നുകൂടി അയാൾ ബോൾഡായിരിക്കും, അല്ലെങ്കിൽ എനർജറ്റിക് ആയിരിക്കും, പക്ഷെ തിങ്കളാഴ്ച ആ ഒരു എനർജി കിട്ടാറുണ്ടാവില്ല. പിന്നെ അതുപോലെ വർക്ക് പ്ലേസ്, മൂന്നാമത്തെ സംഭവമാണ് വർക്ക് പ്ലേസ് സ്പെസിഫിക് ട്രിഗേഴ്സ്. അപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ കൊളീഗ്സുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ സൂപ്പർവൈസറുമായിട്ടുള്ള സംഘട്ടനങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇമോഷൻസ്, ദേഷ്യം, സങ്കടം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അയാളെ ഒന്നാണ് ഈ ഒരു ജോലിയെ ബാധിക്കുന്ന രൂപത്തിൽ അയാളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രധാനമായും അവരുടെ ജോബിൻ്റെ അല്ലെങ്കിൽ വർക്കിൻ്റെ ഈ പെർഫോമൻസിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഓർഗനൈസേഷനെയും അത് ബാധിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു സംഗതി ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട് ഈ ഒരു പാഠത്തിൽ. അതായത് 5 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിന് കീഴിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേതാണ് സെൽഫ് അവെയർനെസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ
പ്രധാനമായും നിയന്ത്രിക്കണം. സെൽഫ് അവെയർനെസ് ഉദ്ദേശിക്കുന്നത് സ്വന്തം അയാളെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു ഇമോഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധം സ്വന്തം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളിലേക്ക് അയാൾ തിരിയൂല. അപ്പോൾ സെൽഫ് അവെയർനെസ് വേണം. പിന്നെ അതുപോലെ സെൽഫ് റെഗുലേഷൻ. അപ്പോൾ എത്രത്തോളം അയാൾക്ക് ഈ ഒരു ഇമോഷനെ തടഞ്ഞു വെക്കാൻ പിടിച്ചു വെക്കാൻ കഴിയും, അതിനെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവും കപ്പാസിറ്റിയും ഒക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ മോട്ടിവേഷൻ. അയാൾ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിനെ പ്രൊമോട്ട് ചെയ്യണം അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യബോധം അയാൾക്ക് ഉണ്ടാകണം. പിന്നെ അതുപോലെ എമ്പതി, അതായത് മറ്റുള്ള ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകണം. പിന്നെ അതുപോലെ സോഷ്യൽ സ്കില്ല് വേണം എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ പാഠത്തിൽ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഈ ഒരു ഇമോഷൻ മൂഡ്സൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള പേഴ്സണലായിട്ടൊരു ജോബ് നടത്തുന്ന ആളുകൾക്ക്, ഇൻഡിവിജ്വലായിട്ടുള്ള ആളുകൾക്ക് പേഴ്സണലി വേറെ രൂപത്തിലായിരിക്കും അവരുടെ ബിഹേവിയറും പിന്നെ അതുപോലെ മൂഡും ഇമോഷനൊക്കെ ഉണ്ടാവുക. അതേ സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, മാനേജേഴ്സിന് വേറെ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ മൂഡും ഇമോഷൻസും ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.